നമസ്കാരം. വാർത്താമഴയിലേക്ക് സ്വാഗതം. ബിൽക്കിസ് ബാനു കേസിൽ ഗുജറാത്ത് സർക്കാരിന് കനത്ത തിരിച്ചടി. 11 പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകിയ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് പുറപ്പെടുവിച്ച വിധി നിയമവിരുദ്ധവും നിലനിൽക്കാത്തതുമാണെന്ന് ജസ്റ്റിസ് BV നാഗരത്ന അധ്യക്ഷയായ ബെഞ്ച് വിധിച്ചു. പ്രതികളുമായി ഗുജറാത്ത് സർക്കാർ ഒത്തുകളിച്ചെന്നും കോടതികളെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും വിധി പറഞ്ഞ ബെഞ്ച് വിമർശിച്ചു. പ്രതികൾ 2 ആഴ്ചയ്ക്കകം കീഴടങ്ങണം. അതിജീവിതയുടെ അവകാശങ്ങളെപ്പറ്റി ഭരണകൂടത്തെ ഓർമ്മിപ്പിക്കുന്നതായി സുപ്രീം കോടതിയുടെ ഈ സുപ്രധാന വിധി. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. മാനസിക പരിവർത്തനമുണ്ടായ കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് അനുവദിക്കുന്ന 1992 നയം ചൂണ്ടിക്കാട്ടിയാണ് ബിൽക്കിസ് ബാനു കേസിലെ 11 കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകി ഗുജറാത്ത് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഗുജറാത്ത് സർക്കാരിന്റെ ഈ തീരുമാനം ഉചിതമല്ല, നിയമ താൽപര്യങ്ങൾക്ക് വിരുദ്ധവും അധികാര ദുർവിനിയോഗവുമാണ്. വിചാരണ നടന്നത് മഹാരാഷ്ട്രയിൽ. ശിക്ഷാ ഇളവ് പരിഗണിക്കേണ്ട സർക്കാർ അതുകൊണ്ട് തന്നെ ഗുജറാത്തല്ല. പ്രതികളെ മോചിപ്പിക്കാൻ ഇല്ലാത്ത അധികാരം ഉപയോഗിക്കുകയായിരുന്നു ഗുജറാത്ത് സർക്കാർ. CRPC 432 അനുസരിച്ച് വിടുതലപേക്ഷയിൽ തീരുമാനമെടുക്കുമ്പോൾ വിചാരണ കോടതി ജഡ്ജിയുടെ അഭിപ്രായം തേടണം. ഇവിടെ അതുണ്ടായില്ല. 2022 സുപ്രീംകോടതി വിധിയാണ് സംസ്ഥാന സർക്കാരും പ്രതികളും സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. ശിക്ഷിക്കപ്പെട്ടവരിൽ ഒരാളായ R. ഭഗവൻദാസ് ഷായുടെ മോചനത്തിന് 92 നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 2 മാസത്തിനകം തീരുമാനമെടുക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു. കോടതിയെ സർക്കാർ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടാണ് ഇത്തരമൊരു തെറ്റായ വിധിയുണ്ടായത്. രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ ഈ കേസിൽ പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ചത് നിലനിൽക്കുമെന്നും കോടതി പറഞ്ഞു. പ്രതികളോട് 2 ആഴ്ചയ്ക്കകം കീഴടങ്ങാനും കോടതി നിർദ്ദേശിച്ചു. 56 മിനിറ്റും 20 സെക്കൻഡും എടുത്ത് വിധി പ്രഖ്യാപനം പൂർത്തിയാക്കുമ്പോൾ പ്രതികൾ ജയിലിലേക്ക് മടങ്ങിയേ മതിയാകൂ എന്ന കർശന നിലപാടാണ് സുപ്രീം കോടതി സ്വീകരിച്ചത്. പുറത്തുനിന്ന് മഹാരാഷ്ട്ര സർക്കാരിന് പുതിയ വിടുതൽ അപേക്ഷ നൽകാൻ അനുവാദം നൽകണം എന്ന പ്രതികളുടെ ആവശ്യം തള്ളിയായിരുന്നു കോടതിയുടെ നിലപാട്. സുപ്രീം കോടതിയിൽ നിന്നും R. രാധാകൃഷ്ണൻ, 24. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. മാലദ്വീപിൽ പുകയുന്ന അതൃപ്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മാലദ്വീപ് മന്ത്രിമാരുടെ പരാമർശത്തെ തുടർന്ന് രൂപപ്പെട്ട നയതന്ത്ര പ്രശ്നം അയവില്ലാതെ തുടരുന്നു. മാലദ്വീപ് ഹൈക്കമ്മീഷണർ ഇബ്രാഹിം ഷഹീബിനെ വിളിച്ചു വരുത്തി ഇന്ത്യ പ്രതിഷേധം അറിയിച്ചു. ഇന്ത്യൻ ഹൈക്കമ്മീഷണർ മുനു മഹാവിർ മാലദ്വീപ് വിദേശകാര്യ മന്ത്രാലയവുമായി ഇന്ന് ചർച്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ വിവാദ പരാമർശത്തിൽ മന്ത്രിമാരായ മറിയം ഷിവൂന, മൽഷൻ, ഹസൻ സിഹാൻ എന്നിവരെ സസ്പെൻഡ് ചെയ്ത പ്രശ്നം അവസാനിപ്പിക്കാനുള്ള മാലദ്വീപ് സർക്കാരിന്റെ നടപടി ഫലം കണ്ടില്ല. ഇന്ത്യയിലെ മാലദ്വീപ് ഹൈക്കമ്മീഷണർ ഇബ്രാഹിം ഷബീബിനെ വിളിച്ചുവരുത്തി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഇതിന് പിന്നാലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ മുനു മഹാവർ മാലദ്വീപ് അംബാസിഡർ ഡോക്ടർ അലി നസീർ അഹമ്മദുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ വിളിച്ചുവരുത്തിയതല്ലെന്നും ഉഭയകക്ഷി ബന്ധം ചർച്ച ചെയ്യാൻ മുൻ നിശ്ചയിച്ച കൂടിക്കാഴ്ചയാണെന്നും ഹൈക്കമ്മീഷൻ വിശദീകരിച്ചു. മാലദ്വീപിലേക്കുള്ള ഇന്ത്യൻ വിമാനങ്ങൾ സർവീസുകൾ റദ്ദാക്കണമെന്നും ടൂർ ഓപ്പറേറ്റർമാർ യാത്രാ പാക്കേജുകൾ റദ്ദാക്കണമെന്നും ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആഹ്വാനം ചെയ്തു. മാലദ്വീപിലേക്കുള്ള ബുക്കിംഗുകൾ റദ്ദാക്കിയതായി ഇന്ത്യൻ ട്രാവൽ ഏജൻസികൾ പ്രഖ്യാപിച്ചു. വിവാദങ്ങൾക്കിടെ 5 ദിവസത്തെ സന്ദർശനത്തിനായി മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ചൈനയിലെത്തി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി മൊയ്സു കൂടിക്കാഴ്ച നടത്തും. 24 ഡൽഹി. മറ്റു പ്രധാന വാർത്തകളിലേക്ക്. കലാകിരീടം കണ്ണൂരിന്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കനകകിരീടം ചൂടി കണ്ണൂർ. 952 പോയിന്റോടെയാണ് കണ്ണൂർ ഒന്നാമതെത്തിയത്. 949 പോയിന്റുമായി കോഴിക്കോട് 2ാം സ്ഥാനം നേടി. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് VD സതീശൻ, നടൻ മമ്മൂട്ടി, മന്ത്രിമാരായ V. ശിവൻകുട്ടി, KN ബാലഗോപാൽ എന്നിവരിൽ നിന്ന് ജേതാക്കൾ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. കോഴിക്കോടോ കണ്ണൂരോ എന്ന ചോദ്യം അവസാനം വരെ നീണ്ടു. ഉത്തരം ലഭിച്ചത് ഹൈസ്കൂൾ നാടക മത്സരത്തിലെ അപ്പീലിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസം രാത്രി അവസാനിച്ച മത്സരത്തിൽ കണ്ണൂർ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അരങ്ങിലെത്തിച്ച വേദി എന്ന നാടകത്തിന് വിധികർത്താക്കൾ ഗ്രേഡൊന്നും നൽകിയില്ല. അപ്പീലിൽ A ഗ്രേഡ് ലഭിച്ചു. അതോടെ സ്വർണ്ണക്കപ്പ് തിരികെ കൊണ്ടുപോകാമെന്ന കോഴിക്കോടിന്റെ കണക്കുകൂട്ടൽ തെറ്റിച്ച് കണ്ണൂർ ഒന്നാമതെത്തി. കൊല്ലത്ത്
ഇത്തരമൊരു വലിയ പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചതിന് സംഘാടകരോടും ഇത്രയേറെ സഹകരണത്തോടെ ഇത്രയേറെ ആവേശത്തോടുകൂടി ഇതിൻ്റെ പരിസമാപ്തി കാണുവാനും ഈ ഉത്സവങ്ങൾ കാണുവാനും മത്സരങ്ങൾ കാണുവാനും ഒരു പരിമിതികളുമില്ലാതെ അവരെ പ്രോത്സാഹിപ്പിച്ച് കിരീടം ചാർത്തുവാനും പ്രോത്സാഹിപ്പിച്ച ഇവിടുത്തെ ജനങ്ങളോട് കൂടെ നന്ദി പറയേണ്ടതുണ്ട്. കാരണം കൊല്ലംകാർക്കല്ല ഇവിടെ സമ്മാനം കിട്ടിയിരിക്കുന്നത്, കണ്ണൂറുകാർക്കാണ്, കണ്ണൂർ സ്ക്വാഡിനാണ്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിലും പരാതികൾ കുറച്ച് പരാതികളുടെ ബാഹുല്യങ്ങൾ ഇല്ലാതാക്കി നമ്മൾ കുറച്ചുകൂടി സിസ്റ്റമൈസ് ചെയ്ത് കൊണ്ടുപോകണം. അത് മാറി മാറി വരുന്ന ഏത് ഗവൺമെന്റുകളാണെങ്കിലും അത് ചെയ്യുന്നുണ്ട്, എല്ലാവരും മാറി മാറി വരുന്നവർ ചെയ്യുന്നുണ്ട്. പക്ഷെ കുറെ കൂടി ഭംഗിയായി അത് ചെയ്യണം എന്നൊരു അഭ്യർത്ഥന മാത്രം മുന്നോട്ട് വയ്ക്കുന്നു. അടുത്ത വർഷം പുതുക്കിയ മാനുവൽ അനുസരിച്ചായിരിക്കും കലോത്സവം എന്ന് മന്ത്രി വി. ശിവൻകുട്ടി. ഈ സമ്മാനാർഹരായിട്ടുള്ള ഗ്രേഡ് വാങ്ങുന്ന കുട്ടികൾക്ക് 1000 രൂപ വെച്ചാണ് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് അടുത്ത വർഷം മുതൽ വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യം കൂടി ഞാനിവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. പഴയ ഒരു മാനുവൽ അനുസരിച്ചാണ് ഇവിടെ മത്സരം നടക്കുന്നത്. മാനുവലിന്റെ പരിഷ്കാരം നടത്തുകയും പുതിയ മാനുവൽ അനുസരിച്ചായിരിക്കും അടുത്ത വർഷം മത്സരം നടക്കുന്നെന്നുള്ള കാര്യം കൂടി ഞാനിവിടെ പറയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. പതിവ് തെറ്റാതെ മികച്ച സ്കൂളിനുള്ള ട്രോഫി പാലക്കാട് ആലത്തൂർ BSS ഗുരുകുലം സ്കൂൾ സ്വന്തമാക്കി. 5 നാൾ നീണ്ടുനിന്ന കലാമാമാങ്കത്തിന് കൊല്ലത്ത് കൊടിയിറങ്ങിയപ്പോഴും ആവേശവും ആരവങ്ങളും അടങ്ങിയിരുന്നില്ല. 24 കൊല്ലം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒന്നാമതെത്തിയ കണ്ണൂരിന്റെ സ്വർണ്ണത്തിളക്കത്തിന് മാറ്റുകൂട്ടി 24 ചാമ്പ്യൻസ് ട്രോഫിയും. മന്ത്രി ജെ ചിഞ്ചുറാണിയാണ് ജേതാക്കൾക്ക് 24ന്റെ പ്രത്യേക പുരസ്കാരം കൈമാറിയത്. കലോത്സവ നഗരിയിലെ 24 പവലിയനിൽ ആവേശം അതിന്റെ കൊടുമുടിയിലെത്തി. പ്രധാന വേദിയിൽ നിന്ന് സ്വർണ്ണക്കപ്പുമായി കണ്ണൂർ ജില്ലാ ടീം നേരെയെത്തിയത് 24 പവലിയനിലേക്ക്. ആർപ്പുവിളികളോടെ കാണികൾ ടീമിനെ വരവേറ്റു. 24 ഒന്നാമന്മാർക്കായി ഒരുക്കിയ ചാമ്പ്യൻസ് ട്രോഫി മന്ത്രി ജെ ചിഞ്ചുറാണി കണ്ണൂരിന് സമ്മാനിച്ചു. സ്കൂളുകളിൽ ശ്വാസനാരായ ആലത്തൂർ BSS ഗുരുകുലവും ഘോഷയാത്രയോടെ ആദ്യമെത്തിയത് 24-ൽ. ടീം എത്തിയതും 24 പവലിയന് മുന്നിൽ ഉത്സവാഘോഷം. എ ഗ്രേഡ് ജേതാക്കളിൽ നിന്ന് തെരഞ്ഞെടുത്ത 40 പേർക്ക് അൽ മുക്താദിർ ഗ്രൂപ്പും 24ഉം ചേർന്ന് നൽകുന്ന സ്വർണ്ണ നാണയങ്ങളും വിതരണം ചെയ്തു. ടീം 24 കൊല്ലം. കലോത്സവ സമാപന വേദിയിൽ 24 വാർത്ത പരാമർശിച്ച് നടൻ മമ്മൂട്ടി. വെള്ള ഷർട്ടും മുണ്ടും ധരിച്ച് ചടങ്ങിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചതിന്റെ കഥ മമ്മൂട്ടി തന്നെ പറയും. മമ്മൂക്ക വരുമ്പോൾ ഏത് ഡ്രസ്സിലായിരിക്കും വരിക? മമ്മൂട്ടി എപ്പോഴും അപ്ഡേറ്റ് ആണ്. നമുക്ക് ഈ ആൾക്കാരോട് ചോദിക്കാം, മമ്മൂക്ക ഏത് വേഷത്തിലായിരിക്കും എത്തുക എന്നുള്ളത്. മമ്മൂക്ക ഏത് ലുക്കിലായിരിക്കും വരിക? മമ്മൂക്ക ഏത് ലുക്കിലാന്ന് വെച്ചാൽ മുണ്ടും ഷർട്ടും ആയിരിക്കും. വിന്റേജ് ആയിട്ട് വരുന്നതാണ് അതിൻ്റെ ഒരു ഇത്. ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പം അതല്ലേ ട്രെൻഡിങ്. ഞാൻ വരാമെന്നുള്ള കാര്യം തീരുമാനിച്ചപ്പോഴാണ് ഞാനൊരു വീഡിയോ ക്ലിപ്പ് കാണുന്നത്. നാളെ മമ്മൂക്ക ഏത് വേഷത്തിലായിരിക്കും വരിക എന്ന് ഊഹിക്കാൻ പറ്റുമോ? ഷർട്ട് മുണ്ട്, നല്ലൊരു മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് നമ്മൾ ഇത്രയും പേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ. മമ്മൂട്ടി എന്തുടുപ്പിട്ടിട്ടായിരിക്കും ഈ പരിപാടിക്ക് വരിക? അപ്പം ഞാൻ ഏതായാലും അതിനു മുമ്പ് ഒരു നല്ല പാൻറ്റും ഒക്കെ വെച്ച് അത്യാവശ്യം ഈ യുവാവാകണമല്ലോ, നേരെ ഒരു പുതിയ പാൻറ്റൊക്കെ തയ്പ്പിച്ച് ഒരു ഷർട്ടും വേണമെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസ് വരെ വെക്കാം എന്നുള്ള ധാരണയിൽ എല്ലാം റെഡിയാക്കി വെച്ചപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ അവരൊക്കെ പറയുന്നത്, അവർ പ്രതീക്ഷിക്കുന്നത് ഒരു മുണ്ടും വെള്ള ഷർട്ടും ഇട്ടാണ് എന്നെ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് മുണ്ടും ഷർട്ടും ആയിട്ട് തന്നെ ആയിരിക്കും. വൈറ്റ് കളർ ആയിരിക്കും എന്നൊരു ഗസ് ഉണ്ട്.
ഇപ്പോൾ രാവിലെ ഞാൻ എൻ്റെ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ ഒരു വെള്ള ഷർട്ട് കൂടെ ചേർത്ത് വെച്ചു, ഒരു മുണ്ടും. നിങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷയ്ക്കൊത്ത് അണിഞ്ഞൊരുങ്ങാൻ മാത്രമേ എനിക്ക് സാധിച്ചിട്ടുള്ളൂ. മുണ്ടും ഷർട്ടും ഷർട്ടായിരിക്കും. ട്രഡീഷണൽ വേ. വൈറ്റ് ഷർട്ടും വെള്ള മുണ്ടായിരിക്കും. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ശശി തരൂരിനെ പുകഴ്ത്തി ഒ രാജഗോപാൽ. ഡോക്ടർ ശശി തരൂർ MBയെ പുകഴ്ത്തി BJPയുടെ മുതിർന്ന നേതാവ് ഒ രാജഗോപാൽ. തിരുവനന്തപുരത്തുകാരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ ശശി തരൂരിന് കഴിഞ്ഞു. അടുത്ത കാലത്തൊന്നും മറ്റൊരാൾക്കും തിരുവനന്തപുരത്ത് ജയിക്കാൻ കഴിയില്ലെന്നും N രാമചന്ദ്രൻ ഫൗണ്ടേഷൻ പുരസ്കാര വിതരണ ചടങ്ങിനിടെ ഒ രാജഗോപാൽ പറഞ്ഞു. തിരുവനന്തപുരത്തുകാരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും വീണ്ടും തിരുവനന്തപുരത്ത് ജയിക്കുന്നത്. ഇനി അടുത്ത കാലത്തൊന്നും വേറെ ആർക്കെങ്കിലും അവസരം ഉണ്ടാവോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. ഏതായാലും അങ്ങനെയുള്ളതായ ഒരാളെ പാലക്കാട് സംഭാവന ചെയ്തു എന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട്. സ്തുതിഗീതത്തിന് EP-യുടെ സ്തുതി. മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ചുള്ള സ്തുതിഗാനം തള്ളാതെ LDF കൺവീനർ EP ജയരാജൻ. ഒരാളെ ജനം വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടുമ്പോൾ അയാളെക്കുറിച്ച് പാട്ടും സിനിമയും ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്നാണ് പ്രതികരണം. P ജയരാജൻ വിഷയത്തിൽ പാർട്ടി ശാസിച്ചത് പഴയ ചരിത്രമെന്നും EP ജയരാജൻ പറഞ്ഞു. മഹൽ വ്യക്തികളെക്കുറിച്ച് വികാരത്തിന്റെ ഭാഗമായി ജനങ്ങൾ കവിതയും പാട്ടും എഴുതും. അത് താല്പര്യവും സ്നേഹവും കൊണ്ടാണ്. ശരിയും തെറ്റും ജനങ്ങൾ തിരിച്ചറിയുമെന്നുമായിരുന്നു പുകഴ്ത്തുപാട്ടുകളിൽ EP ജയരാജന്റെ പ്രതികരണം. മനുഷ്യരിൽ പൊതുനിലകളെ കാണുമ്പോൾ കൂടുതൽ താല്പര്യങ്ങളോ സ്നേഹമോ ഒക്കെ ഉണ്ടായേക്കാം. അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കവിത എഴുതും, പാട്ട് പാടും, നാടകമുണ്ടാക്കും, സിനിമയുണ്ടാക്കും. അതെല്ലാം ഓരോരോ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാകുന്ന ഒരു സമീപനത്തിൻ്റെ വികാരത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ പാർട്ടി ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. P ജയരാജന്റേത് കഴിഞ്ഞ കാര്യം. PJ ആർമിയെ P ജയരാജൻ തന്നെ തള്ളിപ്പറഞ്ഞതാണെന്നും EP. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ പൊതു തത്വങ്ങളിൽ നിന്ന് വ്യതിചലിക്കാറില്ല. അതിൻ്റെ പൊതു തത്വങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മൂല്യാധിഷ്ഠിതമായ നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. P ജയരാജൻ്റെ പ്രശ്നമൊന്നും ഇവിടെ ഉന്നയിക്കേണ്ട വിഷയമില്ല. അതിൽ കഴിഞ്ഞു പോയൊരു അധ്യായം. ജയരാജനെ കുറിച്ച് നടപടിയൊന്നും പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുമില്ല. PJ ആർമി പാർട്ടിയെ ദ്രോഹിക്കാൻ പുറപ്പെട്ടിരിക്കുന്ന ചിലർ ഇങ്ങനെ ചില ഇതുണ്ടാക്കി പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം P ജയരാജനാണോ? P ജയരാജൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പേരിൽ ഇങ്ങനെ പാടില്ല, ഞാനതിൽ ഭാഗവാക്കല്ല. ജയരാജൻ വിഷയത്തെ ഒറ്റക്കെട്ടായി എതിർത്ത CPIM പക്ഷേ മുഖ്യമന്ത്രിയെ സ്തുതിച്ചുള്ള ഗാനത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചില്ല എന്നതാണ് ശ്രദ്ധേയം. 24 കോഴിക്കോട്. ഭിക്ഷയാചിച്ച് ആശാ വർക്കർമാർ. വേതനം മുടങ്ങിയതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതീകാത്മക ഭിക്ഷാടനം. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിക്ക് മുമ്പിലാണ് 150ഓളം ആശാ വർക്കർമാർ സമരം ചെയ്തത്. കേരളത്തിലെ ആശാ വർക്കർമാർക്ക് മാസങ്ങളായി ഓണറേറിയവും ഇൻസെന്റീവും ലഭിക്കുന്നില്ല. ഇത് പരിഹരിക്കണമെന്നതാണ് പ്രധാന ആവശ്യം. ജോലി ചെയ്യുന്നതിനനുസരിച്ചുള്ള വേതനവും ഇവർ ആവശ്യപ്പെടുന്നു. കൂടാതെ സ്ഥിരം നിയമനം നൽകി സർക്കാർ ജീവനക്കാരാക്കണമെന്നും ആവശ്യം. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിക്ക് മുന്നിലായിരുന്നു ആശാ വർക്കർമാരുടെ പിച്ചച്ചട്ടിയെടുത്തുള്ള പ്രതീകാത്മക സമരം. ഞങ്ങൾക്ക് ഓണറേറിയും ഇൻസെന്റീവും കിട്ടിയിട്ട് നാളുകളോളം ആയിട്ടുണ്ട്. എൻ്റെ മോള് JPHM കോഴ്സിന് പഠിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പം ഫീസ് കൊടുക്കാനില്ലാതെ വീട്ടിൽ തിരിച്ചു വന്നിരിക്കുന്ന അവസ്ഥയാണ്. 3 മാസമായിട്ട് എൻ്റെ മോള് പഠിക്കാനായിട്ട് പോകുന്നില്ല. വയ്യാതിരിക്കുന്ന ഒരു ഭർത്താവും അമ്മയും കൊച്ചും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. എനിക്കിതല്ലാതെ വേറെ മാർഗ്ഗമില്ല. പണം ലഭിക്കാതെ വന്നതോടെ ജീവിതം കടുത്ത പ്രതിസന്ധിയിലാണെന്ന് ആശാ വർക്കർമാർ പറയുന്നു. ആവശ്യങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് ആശാ വർക്കർമാരുടെ മുന്നറിയിപ്പ്. 24 കൊച്ചി.
ഇടുക്കിയിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിക്ക് പ്രത്യേകം പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ഭൂപതിവ് ഭേദഗതി ബില്ലിൽ ഒപ്പുവെക്കാത്ത ഗവർണറുടെ നിലപാടിനെയും സംഘടന ന്യായീകരിച്ചു. സംഘടനയെ സംഘപരിവാരവൽക്കരിക്കാൻ ശ്രമം നടക്കുന്നതായി CPM ജില്ലാ നേതൃത്വം വിമർശിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഇൻഷുറൻസ് പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തൊടുപുഴയിലെത്തുന്നത്. മുൻ നിശ്ചയിച്ച പരിപാടി ആർക്കെങ്കിലും വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറല്ല. ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നിലപാടിനെയും വ്യാപാരി സംഘടന ന്യായീകരിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂമി പതിവ് വിഷയത്തിൽ ഗവർണർ വലിയ തെറ്റു ചെയ്തു എന്ന വിശ്വാസം ഞങ്ങൾക്കില്ല. ഇക്കാര്യത്തിൽ ഒരു ഗവൺമെന്റ് പാസാക്കിയ നിയമം അവിടെ കൊണ്ട് കൊടുത്തതല്ലാതെ യാതൊരു ഫോളോ അപ്പും നടത്തിയിട്ടില്ല എന്ന് പത്രത്തിലൂടെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ചോദിച്ചതിന് വിശദീകരണം കിട്ടിയാൽ ആ നിമിഷം ബില്ല് ഒപ്പിടാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഘപരിവാർവൽക്കരിക്കപ്പെടുന്നുവെന്ന CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ഗവർണറുടെ വരവ് ഇടുക്കി ജില്ലയിൽ ഒരു കലാപം ഉണ്ടാക്കുക എന്ന ഗൂഢമായ ലക്ഷ്യത്തോടു കൂടിയാണ്. ഇടുക്കി ജില്ലയിൽ ഹർത്താൽ സമാധാനപരമായിരിക്കും. വളരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു. LDF ഹർത്താൽ പരിഹാസ്യമെന്നും വ്യാപാരി വ്യവസായികളുടെ പരിപാടിക്ക് സംരക്ഷണമൊരുക്കുമെന്നും ഡീൻ കുര്യാക്കോസ് MP. അവരുടെ ആ പരിപാടി അലമ്പാക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സപ്പെടുത്തുന്ന രീതിയുമായി ഇടതുപക്ഷ നേതാക്കന്മാർ മുൻപോട്ട് പോയാൽ സാധാരണ ജനങ്ങളെ കൂട്ടി പ്രതിരോധിക്കാൻ MP എന്നുള്ള നിലയിൽ ഞാൻ നിൽക്കുകയും ചെയ്യും. ഗവർണർക്കെതിരെ പ്രതിഷേധമുണ്ടാകില്ല. ഹർത്താൽ സമാധാനപരമായിരിക്കുമെന്നും LDF ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. ശബരിമല തീർത്ഥാടനം തടയുകയാണ് LDF ഹർത്താലിന്റെ ലക്ഷ്യമെന്ന് BJP ആരോപിച്ചു. ഹർത്താൽ ദിനത്തിൽ ഗവർണറുടെ തൊടുപുഴയിലേക്കുള്ള വരവ് ഇടുക്കിയിൽ പുതിയ രാഷ്ട്രീയ തർക്കങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഒപ്പം ഭൂപതിവ് ഭേദഗതി ബില്ല് വീണ്ടും ചർച്ചയാകുന്നു. ഇടുക്കിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. അതേസമയം ഭൂപതിവ് ഭേദഗതി ബില്ലിൽ താൻ ഒപ്പുവെക്കാത്തത് സർക്കാരിന്റെ കുഴപ്പം കൊണ്ടാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. തനിക്ക് ലഭിച്ച നിവേദനങ്ങളിൽ സർക്കാരിനോട് വിശദീകരണം ചോദിച്ചിട്ടും മറുപടി ലഭിച്ചിട്ടില്ല. ഇക്കാര്യം 3 തവണ ഓർമ്മിപ്പിച്ചു. നിവേദനം നൽകിയവരോട് മറുപടി പറയാൻ തനിക്ക് ബാധ്യതയുണ്ടെന്ന് സർക്കാർ ഓർക്കണം. നാളെ ഇടുക്കിയിൽ നിശ്ചയിച്ചിട്ടുള്ള പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ഗവർണർ വ്യക്തമാക്കി. I have sent it to the government for their remarks, and I am sure that based on their remarks, I will be able to reply to the petitioners. There are 3 reminders. This is important. 3 reminders have been sent to the government to send their remarks on the petitions. They are not sending. Democracy, everybody has a right to call hartal, whatever they want to do. I am going on the invitation of the Vyaparis and Vyavasai. ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്ക്. നിലയ്ക്കൽ ഭദ്രാസന മെത്രാപ്പൊലീത്തയ്ക്കെതിരായ ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ ഫാദർ മാത്യൂസ് വാഴക്കുന്നത്തിനെതിരെ അച്ചടക്ക നടപടിയുമായി ഓർത്തഡോക്സ് സഭ. ഫാദർ മാത്യൂസ് വാഴക്കുന്നത്തിനെ സഭാ ചുമതലകളിൽ നിന്നും മാറ്റി. ധിക്കാരപരമായ പെരുമാറ്റം അത്യന്തം ഖേദകരമാണെന്ന് കാതോലിക്ക ബാവ പ്രതികരിച്ചു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ടോബി, ഓർത്തഡോക്സ് സഭയിൽ പ്രത്യേകിച്ച് നിലയ്ക്കൽ ഭദ്രാസനത്തിൽ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ്. ഈ വൈദികരുടെ രാഷ്ട്രീയ പശ്ചാത്തലം, രാഷ്ട്രീയാഭിമുഖ്യമൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിനിടെയാണ് ഇപ്പോഴിതാ മാത്യൂസ് വാഴക്കുന്നത്തിനെതിരെ, വൈദികനെതിരെ കൂടി നടപടി ഉണ്ടായിരിക്കുന്നു. എന്താണ് മറ്റു വിവരങ്ങൾ? വിജയകുമാർ, തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിലയ്ക്കൽ ഭദ്രാസനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പരാതികളിൽ ഏറ്റവും അവസാനത്തെ സംഭവ വികാസങ്ങളിൽ ഏറ്റവും അവസാനത്തെ ഒരു നടപടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികളിലേക്ക് ഓർത്തഡോക്സ് സഭാ നേതൃത്വം കടന്നേക്കുമെന്നുള്ള സൂചന കൂടി ഈ നടപടിയിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ നടപടി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. നിലയ്ക്കൽ ഭദ്രാസനാധിപനെ സോഷ്യൽ മീഡിയയിലൂടെ, സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു മാത്യു വാഴക്കുന്നേൽ. അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തോട് കഴിഞ്ഞ ദിവസം കാത്തോലിക്ക ബാവ തന്നെ വിശദീകരണം തേടിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് സൂറോദോസ് സെക്രട്ടറി ആയിട്ടുള്ള മാർ ക്രിസോസ്റ്റം, യുഹാനോൻ മാർ ക്രിസോസ്റ്റം മെത്രാപ്പൊലീത്ത, അതുപോലെ തന്നെ എബ്രഹാം വാഴക്കുന്നേൽ, കെ തോമസ് എന്നിവർ, അഡ്വക്കേറ്റ് കെ തോമസ് എന്നിവരെ നിയമിച്ചുകൊണ്ടാണ് ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഈ അന്വേഷണ കാലയളവിൽ സഭയുടെ എല്ലാ ചുമതലകളിൽ നിന്നും മാറി നിൽക്കാനുള്ള
ഒരു നിർദ്ദേശമാണ്, ഒരു ഉത്തരവാണ് ഇപ്പോൾ കാതോലിക്ക ബാവ തന്നെ പുറത്തിറക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ നിലപാട്, മാത്യു വാഴക്കുന്നതിന്റെ നിലപാട് സംബന്ധിച്ചുള്ള ചില പരാമർശങ്ങൾ കൂടി കാതോലിക്ക ബാവ ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഒരു പുരോഹിതനും അധ്യാപകനും എന്ന നിലയിൽ തികച്ചും മാതൃകാപരമായി പെരുമാറേണ്ട ഒരു വ്യക്തിയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു പരാമർശം വന്നത് അത് അപലപനീയമാണെന്നും അതുപോലെ തന്നെ ധിക്കാരപരമാണെന്നും ഉള്ള ഒരു വിമർശനം കൂടി കാതോലിക്ക ബാവയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. എന്തായാലും കർശന നടപടികളിലേക്ക് സഭാ നേതൃത്വം കടക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് BJPയിൽ ചേർന്ന ഷൈജു കുര്യനെതിരെ, അതിനുശേഷം ആ നടപടികൾക്ക് ശേഷം അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അന്വേഷിക്കാനും അദ്ദേഹത്തെയും മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്താനുമുള്ള ഒരു തീരുമാനത്തിലേക്ക് സഭ പോയിരുന്നു. ശരി, ടോബി ജോൺസൺ ആണ് കോട്ടയത്തു നിന്ന് വിവരങ്ങൾ നൽകിയത്. വാർത്താമഴ തുടരുന്നു. ബംഗാളിൽ ED ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തിൽ ഗവർണർ CV ആനന്ദ ബോസ് സർക്കാരിനോട് വിശദീകരണം തേടി. റേഷൻ അഴിമതിയിൽ സ്വീകരിച്ച നടപടി എന്താണെന്ന് വ്യക്തമാക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടു. കേസിൽ പോലീസ് ഒളിച്ചുകളി അവസാനിപ്പിക്കണമെന്നും ഗവർണർ താക്കീത് നൽകി. EDക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ BJP സംസ്ഥാന നേതൃത്വം NIA CBI അന്വേഷണം ആവശ്യപ്പെട്ട് കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചു. ബംഗാളിൽ ED ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആൾക്കൂട്ടാക്രമണത്തിൽ പ്രതിക്കൂട്ടിലായത് തൃണമൂൽ കോൺഗ്രസ് ആണ്. വിഷയത്തിൽ ബംഗാൾ ഗവർണർ ആനന്ദ ബോസ് പിടിമുറുക്കി. എന്തുകൊണ്ട് ഷാജഹാനെ അറസ്റ്റ് ചെയ്യാത്തതെന്നും ചുമതലയിൽ വീഴ്ച വരുത്തിയ പോലീസുകാർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനോട് ഗവർണർ റിപ്പോർട്ട് തേടി. ക്രമസമാധാന സംവിധാനത്തിന്റെ പരാജയം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതിന്റെ വിശദാംശങ്ങളും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണം. സംഭവത്തിൽ പോലീസിനും ഗവർണർ അന്ത്യശാസനം നൽകി. കാറ്റ് വിതച്ച് ചുഴലിക്കാറ്റ് കൊയ്യരുതെന്നും പോലീസിന് ഗവർണറുടെ മുന്നറിയിപ്പ്. ഗവർണർ ആനന്ദബോസ് CRPFന്റെയും EDയുടെയും ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി നിലവിലെ സാഹചര്യം വിലയിരുത്തി. ആക്രമണത്തിൽ NIA CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ച BJP സംസ്ഥാന നേതൃത്വത്തിന് പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്യാൻ കോടതി അനുമതി നൽകി. 24 ഡൽഹി. മാധ്യമപ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിൽ നടൻ സുരേഷ് ഗോപിക്ക് മുൻകൂർ ജാമ്യം. അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടാൻ പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. അതേസമയം നിലവിൽ അറസ്റ്റിനുള്ള സാഹചര്യമില്ലെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. ജസ്റ്റിസ് സോഫി തോമസിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഗുരുതര വകുപ്പ് ചേർത്ത് FIR പരിഷ്കരിച്ചതിന് പിന്നാലെയാണ് ജനുവരി 17-ന് മകളുടെ വിവാഹമാണെന്നും ഈ സാഹചര്യത്തിൽ തനിക്ക് മുൻകൂർ ജാമ്യം നൽകണമെന്നും ആവശ്യപ്പെട്ട് അദ്ദേഹം കോടതിയെ സമീപിച്ചത്. ഹർജിയിൽ കോടതി സർക്കാരിന് നിലപാട് തേടിയിരുന്നു. കരുവന്നൂർ വിഷയത്തിൽ പണം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ജാഥ നയിച്ചതിനുള്ള രാഷ്ട്രീയ വൈരാഗ്യമാണ് കേസിന് പിന്നിലെന്നും വഴിതടഞ്ഞ് മാധ്യമപ്രവർത്തകയെ മാറ്റുക മാത്രമാണ് ചെയ്തതെന്നും ഹർജിയിൽ സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക്. ഈ മാസം 17-ന് ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. കൊച്ചിയിൽ വിവിധ വികസന പദ്ധതികളും ഉദ്ഘാടനം ചെയ്യും. തൃശ്ശൂരിൽ വിവിധ സാമുദായിക നേതാക്കളുമായി ചർച്ച നടത്തുന്നതിനും സാധ്യതയുണ്ട്. സന്ദർശനത്തിന് മുന്നോടിയായി സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപാഡ് പോലീസ് പരിശോധിച്ചു. കൊച്ചിൻ ഷിപ്പ്യാർഡ്, ദേശീയപാത, കൊച്ചി മെട്രോ എന്നിവയുമായി ബന്ധപ്പെട്ട 3 പദ്ധതികളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. മറ്റ് റിപ്പോർട്ടുകളിലേക്ക്. 4ാം തവണയും ഷെയ്ഖ് ഹസീന. ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന തുടർച്ചയായ 4ാം തവണയും അധികാരം നിലനിർത്തി. 3-2 ഭൂരിപക്ഷത്തോടെയാണ് ഷെയ്ഖ് ഹസീന നേതൃത്വം നൽകുന്ന അവാമി ലീഗിന്റെ വിജയം. ഇത് 5ാം തവണയാണ് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയായി എത്തുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന വനിതാ ഭരണാധികാരി എന്ന നേട്ടത്തിനുടമയാണ് ഷെയ്ഖ് ഹസീന. വ്യാപക അക്രമങ്ങൾക്കിടെയാണ് ഇന്നലെ ബംഗ്ലാദേശിൽ വോട്ടെടുപ്പ് നടന്നത്. 40% പേർ വോട്ട് രേഖപ്പെടുത്തി. 1991-ൽ രാജ്യത്ത് ജനാധിപത്യം പുനഃസ്ഥാപിച്ച ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ പോളിംഗ്. തെരഞ്ഞെടുപ്പ് സമയത്ത് കാവൽ സർക്കാർ വേണമെന്ന ആവശ്യം നിരസിക്കപ്പെട്ടതിനെ തുടർന്ന് മുഖ്യപ്രതിപക്ഷ പാർട്ടിയായ BNPയും സഖ്യകക്ഷികളും തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരുന്നു. മൊത്തമുള്ള 300 സീറ്റുകളിൽ 299 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 222 സീറ്റുകൾ ഷെയ്ഖ് ഹസീനയുടെ ആവാമി ലീഗ് നേടി. ഗോപാൽഗഞ്ച് 3 മണ്ഡലത്തിൽ നിന്ന് 8ാം തവണയാണ് ഷെയ്ഖ് ഹസീന വിജയിച്ചത്. 2,49,965 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയപ്പോൾ എതിരാളിക്ക് ലഭിച്ചത് കേവലം 469 വോട്ടുകൾ മാത്രം. woman is a mother. Look after family, look after children and brought up children. So with motherly affection, I look after my people and I try to assist them
to help them. ഇന്ത്യയുമായി ബംഗ്ലാദേശിന് എക്കാലത്തും നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നതെന്നും അത് തുടരുമെന്നും ഷെയ്ഖ് ഹസീന വ്യക്തമാക്കി. ആവാമി ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ഷക്കീബ് അൽ ഹസനും വമ്പൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. 63 സീറ്റുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ജയിച്ചപ്പോൾ നിലവിലെ പ്രതിപക്ഷ പാർട്ടിയായ ജദിയ പാർട്ടിക്ക് 11 സീറ്റുകളെ നേടാനായുള്ളൂ. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ബംഗ്ലാദേശ് പൊതുതെരഞ്ഞെടുപ്പ് സുതാര്യമല്ലെന്ന് ആരോപിച്ചെങ്കിലും ഇന്ത്യയും ചൈനയും റഷ്യയും പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അക്രമ സംഭവങ്ങൾ ഉണ്ടാകാനിടയുള്ളതിനാൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിനു ശേഷം വിജയാഹ്ലാദ പ്രകടനങ്ങളൊന്നും തന്നെ നടത്തരുതെന്നാണ് ഷെയ്ഖ് ഹസീന ആവാമി ലീഗ് പ്രവർത്തകരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത 40 പ്രതിഭകൾക്ക് അൽ മുക്താദർ ജ്വല്ലറി ഗ്രൂപ്പും 24ഉം ചേർന്ന് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനിച്ചു. 24 പവലിയനിൽ കലാപ്രകടനം നടത്തിയവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കാണ് സ്വർണ്ണ നാണയം സമ്മാനിച്ചത്. അൽ മുക്താദർ ഗ്രൂപ്പിന്റെ 1 ഗ്രാം വരുന്ന അൽ ഫതഹ് സ്വർണ്ണ നാണയമാണ് വിജയികൾക്ക് സമ്മാനമായി ലഭിച്ചത്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.